ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള നവോത്ഥാന നായകന്മാർ. കുറുമ്പൻ ദേവത്താൻ. കുറുമ്പൻ ദേവത്താനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുലയ വിഭാഗങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുറുമ്പൻ ദേവത്താൻ. പുലയ വിഭാഗങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുറുമ്പൻ ദേവത്താൻ. കുറുമ്പൻ ദേവത്താൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? നടുവത്തമ്മൻ. കുറുമ്പൻ ദേവത്താൻ്റെ ആദ്യകാല നാമമായിരുന്നു നടുവത്തമ്മൻ. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ്. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ്. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് എഴുതിയതാര്? ബാബു തോമസ്. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് എഴുതിയത് ബാബു തോമസ് ആണ്. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ കൃതിയാണ്? ബാബു തോമസ്. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ബാബു തോമസിൻ്റെ കൃതിയാണ്. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദേവത്താൻ്റെ. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദേവത്താൻ്റെ. കുറുമ്പൻ ദേവത്താനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മോക്ക് ടെസ്റ്റ് നോക്കാം. പുലയ വിഭാഗങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുറുമ്പൻ ദേവത്താൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് എഴുതിയതാരാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ കൃതിയാണ്? നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ ജീവചരിത്രമാണ്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പുലയ വിഭാഗങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുറുമ്പൻ ദേവത്താൻ. കുറുമ്പൻ ദേവത്താൻ്റെ ആദ്യകാല നാമമായിരുന്നു നടുവത്തമ്മൻ. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്ര ഗ്രന്ഥം നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ്. കുറുമ്പൻ ദേവത്താൻ്റെ ജീവചരിത്രമായ നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് എഴുതിയതാരാണ്? ബാബു തോമസ്. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ കൃതിയാണ്? ബാബു തോമസ്. നവോത്ഥാനത്തിൻ്റെ സൂര്യതേജസ് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദേവത്താൻ്റെത്. മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് ഈ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്